നമസ്കാരം. പിറ്റേന്നത്തെ പ്രധാന പത്രങ്ങളിലൊക്കെ ഈ വാർത്ത വലിയ ഹെഡിങ്ങായി വന്നു. ഒരു പത്രം പോലും തങ്ങളുടെ അംഗമായ ശങ്കരൻ നായരെ ന്യായീകരിച്ചതേയില്ല. കാരണം അടി വാങ്ങേണ്ടവൻ തന്നെ എന്നുള്ള രീതിയിലാണ് എല്ലാവരും വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അത്രയ്ക്ക് മോശമായിട്ടായിരുന്നു ശങ്കരൻ നായരുടെ ഡയലോഗുകൾ. ശങ്കരൻ നായരുടെ ഭാഗത്താണ് തെറ്റ് എങ്കിലും താൻ ഒരിക്കലും അടിക്കാൻ പാടില്ലായിരുന്നു എന്ന കുറ്റബോധം നസീർ സാറിനെ വല്ലാതെ അലട്ടി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ശങ്കരൻ നായരെ വിളിച്ച് നസീർ സാറ് തന്നെ പിണക്കം മാറ്റി. മാത്രമല്ല, സിനിമാ മാസിക അവാർഡിന് കോട്ടയത്ത് അദ്ദേഹം വീണ്ടും മുഖ്യ അതിഥിയായി ചെല്ലുകയും ചെയ്തു. ആഡിറ്റോറിയത്തിലേക്ക് പ്രേം നസീർ കടന്നു വരുന്നത് കണ്ട സഹപ്രവർത്തകരാണ് ഇത്തവണ ഞെട്ടിയത് ശരിക്കും. കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ അടിയും കൊടുത്തിട്ട് അവിടെ വരുമെന്ന്. അന്നത്തെ പ്രസംഗത്തിൽ പരസ്യമായി ശങ്കരൻ നായരോട് ക്ഷമ പറയാനും പ്രേം നസീറിന് ഒരു മടിയുമില്ലായിരുന്നു. പ്രേം നസീറിനെ പോലൊരു സൂപ്പർ സ്റ്റാർ വലിയൊരു ജനാവലിയുടെ മുന്നിൽ വെച്ച് താൻ തല്ലിയതിന് ക്ഷമ ചോദിച്ചത് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ സ്വഭാവ ശുദ്ധിയായി കണ്ടു കാണികൾ. അവർ നിർത്താതെ കൈയടിച്ച് സപ്പോർട്ട് ചെയ്തു. ഇന്നത്തെ പ്രശസ്ത തിരക്കഥാകൃത്തായ കലു ഡെന്നീസ് അന്ന് ചിത്രപൗർണമി സിനിമാ വാരിക നടത്തുന്ന കാലമാണ്. ശങ്കരൻ നായരെ തല്ലിയത് ന്യായീകരിച്ച് പത്രങ്ങളെല്ലാം എഴുതിയതിൽ ഒരു അഭംഗി തോന്നി കലൂരാൻ. അത് ശരിയല്ലല്ലോ എന്നുള്ള ഒരു പത്രാധിപരല്ലേ, അയാളെ തല്ലിയതിനെ എല്ലാ പത്രക്കാരും സപ്പോർട്ട് ചെയ്തു. വർഷത്തിൽ 2-3 നസീർ പതിപ്പിറക്കുന്ന ശങ്കരൻ നായർ മദ്യലഹരിയിൽ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ കാണിച്ചെങ്കിൽ തന്നെ പ്രേം നസീർ അടിക്കാൻ പാടില്ലായിരുന്നു എന്ന പക്ഷക്കാരനായിരുന്നു കല്ലു ഡെന്നീസ്. പുതിയ ലക്കം ചിത്രപൗർണമിയിൽ ഈ വ്യൂ പോയിന്റിൽ കലൂരാൻ ഒരു ലേഖനം എഴുതിയങ്ങ് കാച്ചി. പ്രേം നസീറിനെ നന്നായി അതിൽ കുറ്റപ്പെടുത്തിയിരുന്നു. ഏതോ സിനിമയിൽ പ്രേം നസീറും KP ഉമറും അടികൂടുന്ന സ്റ്റണ്ട് ചെയ്യുന്ന ഒരു സില്ലും കൂടെ ഈ വാർത്തയുടെ കൂടെ ഇട്ട് കൊടുത്തു. അടികൂടുന്ന പടം വാരിക വായിച്ചവരൊക്കെ കലൂരാനെ കുറ്റം പറഞ്ഞു വെച്ചു. കലൂരാൻ്റെ എന്താ പറയുക, പത്രക്കാരൻ്റെ രോഷമായിരുന്നു ചിത്രപൗർണമിയിൽ വെച്ച് കാച്ചിയത്. കുറേ നാൾ കഴിഞ്ഞ് പ്രേം നസീറിൻ്റെയും ശങ്കരൻ നായരുടെയും സീറ്റിനടുത്തിരുന്ന ഒരാൾ യാദൃച്ഛ്യമായി കലൂരാനെ കാണാൻ ഇടയായി. ശങ്കരൻ നായർ പ്രേം നസീറിനോട് അത്രയ്ക്ക് മോശമായി പെരുമാറിയത് കൊണ്ടാണ് നസീർ സാർ അങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്നറിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞ് കേട്ടപ്പോൾ കലൂരാന് വിഷമമായി. ശങ്കരൻ നായരുടെ ഭാഗത്തു നിന്നാണ് തെറ്റെങ്കിലും ഞാനൊരിക്കലും അടിക്കാൻ പാടില്ലായിരുന്നു എന്ന കുറ്റബോധം പ്രേം നസീറിനെയും അസ്വസ്ഥനാക്കിയിരുന്നു. ആ ഒറ്റ അടിയിൽ അതുവരെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഇമേജ് അല്ലേ തകർന്നു വീണത്. പ്രായശ്ചിത്തം എന്ന കണക്കാണ് അദ്ദേഹം അങ്ങോട്ട് വിളിച്ച് പിണക്കം തീർത്തത്. ശങ്കരൻ നായരെ ക്ഷമിക്കൂ കേട്ടോ, അന്നത്തെ നിങ്ങളുടെ ബോറായ പെരുമാറ്റത്തിൽ ഞാൻ തല്ലാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അതങ്ങ് സോൾവ് ചെയ്തു. മരണം വരെയും പിന്നെ ശങ്കരൻ നായർ പ്രേം നസീറിൻ്റെ മനസാക്ഷിയായിരുന്നു. 4-5 വർഷങ്ങൾ കഴിയുമ്പോൾ ചിത്ര പൗർണമിയൊക്കെ ചുരുട്ടിക്കെട്ടി തിരക്കഥാകൃത്തായി മാറി കലു ഡെന്നീസ്. കലൂരാൻ തിരക്കഥ എഴുതിയ രക്തം എന്ന് പറഞ്ഞ ജോഷി സംവിധാനം ചെയ്ത രക്തത്തിൽ അഭിനയിക്കാനായി പ്രേം നസീർ ലൊക്കേഷനിൽ വന്നു. രക്തത്തിൽ മധുസാറും സോമേട്ടനും നസീർ സാറുമാണല്ലോ പ്രധാന വേഷം ചെയ്തിരിക്കുന്നത്. ജോഷി സാറാണ് സംവിധാനം. ഷൂട്ടിംഗ് ഇടവേളകളിൽ നസീർ സാറുമായി സംസാരിച്ചിരിക്കുക എന്നതായിരുന്നു കലൂരാൻ്റെ ജോലി. മറ്റുള്ള നടന്മാരിൽ നിന്നും കിട്ടാത്തത്ര പോസിറ്റീവ് എനർജി നമ്മളിൽ വന്നു ചേരും നസീർ സാറിൻ്റെ അടുത്തിരുന്നാൽ എന്നാണ് കലൂരാൻ പറയാറ്. ഒരു ദിവസം സംസാര വിഷയം മമ്മൂട്ടിയും മോഹൻലാലും ആയിരുന്നു. അവർ രണ്ടുപേരും ഓടി നടന്ന് സിനിമകളിൽ അഭിനയിക്കുന്നതായിരുന്നു സബ്ജക്റ്റ്. അവർ രണ്ടുപേരും നല്ല കഥാപാത്രങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് സെലക്റ്റീവ് ആകാൻ പോകുന്നു എന്ന പത്രവാർത്ത വന്നതിനെ പറ്റിയായിരുന്നു കലൂരാൻ്റെ ചോദ്യം. സാറേ, ഇപ്പോൾ ഓടി നടന്ന് 10-30 പടത്തിൽ അഭിനയിക്കുന്നുണ്ട്, പക്ഷെ അവരിതാ പറയുന്നു അടുത്ത വർഷം മുതൽ 2 പേര് സെലക്റ്റീവ് ആകാൻ പോകുന്നു എന്ന് പറയുന്നു. സാറിൻ്റെ അഭിപ്രായം എന്താ? സിനിമ വിജയിക്കുന്നതും പരാജയപ്പെടുന്നതും ഒന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല. വിജയിക്കാൻ വേണ്ടി തന്നെയാണ് എല്ലാവരും പടമെടുക്കുന്നത്. നമ്മൾ സെലക്റ്റീവായി വർഷത്തിൽ 4 ചിത്രങ്ങളിൽ അഭിനയിച്ചാലും അതിൽ 2 ഓടും, 2 പൊട്ടും. നസീർ സാർ പറയുക, 10 ചെയ്താൽ 5 ഓടിയാൽ ഭാഗ്യം. വർഷത്തിൽ 35 സിനിമ വരെ അഭിനയിച്ചിട്ടുള്ള എൻ്റെയും പകുതി സിനിമകൾ മാത്രമേ ഓടിയിട്ടുള്ളൂ. സിനിമയുടെ തലവര അങ്ങനെയാണ്. കൂടുതൽ ചിത്രങ്ങളിൽ അഭിനയിച്ചാലല്ലേ നമ്മളെ വെച്ച് പടമെടുത്ത് പൊളിഞ്ഞ നിർമ്മാതാക്കൾക്ക് ഉടനെ ഒരു ഡേറ്റ് കൊടുത്ത് സഹായിക്കാനാവും. അങ്ങനെയുള്ളവർക്ക് വേണ്ടി
രാവിലെ 7 മുതൽ പുലർച്ചെ 2 വരെ പല ഷിഫ്റ്റുകളിലായി 3-4 സിനിമകളിൽ വരെ ഒരു ദിവസം ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഇന്നുള്ള പലർക്കും പൊളിഞ്ഞ ചിത്രത്തിൻ്റെ നിർമ്മാതാവിനെ കാണുന്നത് തന്നെ ചതുർത്ഥിയാണ്. ഇതാണ് നസീർ സാറിൻ്റെ കാഴ്ചപ്പാട്. ഒരു കഥ കൂടി കലൂരാൻ സാക്ഷിയായത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അമിത സ്വാതന്ത്ര്യം എടുക്കുന്നവരെ വകവച്ച് കൊടുക്കുന്ന ശീലക്കാരനായിരുന്നില്ല നസീർ സാർ. നല്ല കമ്പനിയാണ് എല്ലാവരുമായിട്ട്. പക്ഷേ തലയിൽ കയറിയിരുന്ന് ഞോടാൻ തുടങ്ങിയാൽ വകവച്ച് കൊടുക്കില്ല, അത് ഇനി ഏത് വമ്പനായാലും. MD ജോർജ് എന്ന സ്ഥിരോത്സാഹിയായ മനുഷ്യനെ ഈ പ്രോഗ്രാം കാണുന്ന എത്ര പേർക്ക് അറിയാം? ഈ പ്രോഗ്രാം കാണുന്നവരില്ലെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം വാർത്താ മാധ്യമങ്ങളിൽ അദ്ദേഹം നിറഞ്ഞു നിന്നിട്ടില്ല. ഒരു കാലത്തെ പ്രശസ്തമായ വിതരണ കമ്പനിയായിരുന്നു ഏഞ്ചൽ ഫിലിംസ്. അതിൻ്റെ ഉടമസ്ഥനായിരുന്നു MD ജോർജ്. ഒരു മുറി വീട്ടിൽ, ഒറ്റ മുറിയുള്ള ഒരു കുഞ്ഞു വീട്ടിൽ, വാടക വീട്ടിൽ താമസിച്ച് അല്ലെങ്കിൽ ജീവിച്ചുകൊണ്ടാണ് അദ്ദേഹം ജീവിതം തുടങ്ങിയത്. MD ജോർജ് എന്ന ഏഞ്ചൽ ഫിലിംസ് ജോർജ്. ചെറിയ ചെറിയ ബിസിനസ്സുകൾ, ചിത്രകൗമുദി എന്ന വാരിക, ഹിന്ദി സിനിമകളുടെ വിതരണം, ഇങ്ങനെ പലതായിരുന്നു ആദ്യകാലത്തെ ജീവിത വഴികൾ. പിന്നെ മലയാളത്തിലെ വലിയ നിർമ്മാതാവും വിതരണക്കാരനും ഒക്കെയായി MD ജോർജ് വളർന്നു. ചിത്രപൗർണമി തുടങ്ങും മുൻപ് വരെ ചിത്രകൗമുദിയിലെ സ്ഥിരം എഴുത്തുകാരനായിരുന്നു കലു ഡെന്നീസ്. ചിത്രകൗമുദി എന്ന് പറഞ്ഞാൽ MD ജോർജ് നടത്തുന്ന പത്രമാണ്. അതിലെ സ്ഥിരം നോവൽ എഴുതുകയും തമിഴ് സിനിമകളുടെ നിരൂപണം നടത്തുകയും ഒക്കെ ആയിരുന്നു ഈ ചിത്രകൗമുദിയിൽ കലൂരാൻ ചെയ്തുകൊണ്ടിരുന്നത്. AN രാമചന്ദ്രൻ എന്ന ആളെ സഹായിക്കാനായി കാശ് മുടക്കി പ്രേം നസീർ തുടങ്ങിക്കൊടുത്ത പ്രസിദ്ധീകരണമാണ് ചിത്രപൗർണമി. പ്രേം നസീറിൻ്റെ പുതിയ സിനിമകളുടെ സ്റ്റിൽസും വാർത്തകളും ആദ്യം വരുന്ന വാരികയായിരുന്നു ചിത്രപൗർണമി. ഇപ്പോൾ ഇവിടെ മമ്മൂട്ടി ടൈംസ്, മോഹൻലാൽ സ്പെഷ്യൽ എന്ന് എന്തൊക്കെ പറഞ്ഞ് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയൊക്കെ പേരിൽ മാസികകൾ ഇറങ്ങുന്നുണ്ടല്ലോ. അതുപോലെ ആയിരുന്നു ചിത്രപൗർണമി. രാമചന്ദ്രൻ ഒരു നാൾ ചിത്രപൗർണമി പൂട്ടിക്കെട്ടി. ചെറിയൊരു തുക നൽകി ചിത്രപൗർണമിയെ കലു ഡെന്നീസ് സ്വന്തമാക്കി. ജോൺ പോള്, ആർട്ട് ഡയറക്ടറും പോസ്റ്റർ ഡിസൈനറും ഒക്കെ ആയ കിത്തോ ചേട്ടൻ, നമ്മുടെ MB ഒക്കെ ആയ സെബാസ്റ്റ്യൻ പോൾ മുതലായ സുഹൃത്തുക്കളെയും കൂട്ടിയാണ് കലൂരാൻ തൻ്റെ ചിത്രപൗർണമി തുടങ്ങിയത്. അത് പെട്ടെന്ന് ശ്രദ്ധേയമായി. അക്കാലത്ത് MD ജോർജിൻ്റെ ചിത്രകൗമുദി 1,00,000 കോപ്പി വരെ അടിച്ചിരുന്നു. 4 പരസ്യങ്ങൾ വന്നതിൻ്റെ 10 കോപ്പി തന്നാൽ ഒരു പുതിയ ലക്കം ഇറങ്ങി. അതിൽ 4 പരസ്യമുണ്ട്. ആ പരസ്യത്തിൻ്റെ ആൾക്കാർക്ക് കൊടുക്കാനായിട്ട് ഒരു 10 കോപ്പി ഇങ്ങെടുത്താൽ ഞാൻ അതുകൊണ്ട് കൊടുത്ത് ആ പരസ്യത്തിൻ്റെ പൈസ വാങ്ങിച്ച് നിങ്ങൾക്ക് പ്രസ്സിൽ കൊണ്ടുവന്ന് അടച്ചിട്ട് നിങ്ങൾ എനിക്ക് പുതിയ ലക്കം തന്നാൽ മതി എന്ന് കാലെ പിടിച്ച് പറഞ്ഞാൽ പോലും MD ജോർജിന് അന്നുണ്ടായിരുന്ന ഒരു കണക്കപ്പിള്ള കൊടുക്കില്ലായിരുന്നു. അങ്ങനെ 10 കോപ്പിയും തരാക്കില്ല, എവിടെ നിങ്ങൾ പൈസ മറിച്ചുണ്ടോ, പൈസ കൊണ്ടുവന്നിട്ട് കോപ്പി എടുത്തോണ്ട് പോയാൽ മതി എന്ന് പറയും. വർഷങ്ങൾ കഴിയുമ്പോൾ ആ കണക്കപ്പിള്ള MD ജോർജിൻ്റെ കണക്കെഴുത്തുകാരനായി മാറി. അതാണ് കാലം. അങ്ങനെ വളർന്നയാളാണ് ഏഞ്ചൽ ഫിലിംസിൻ്റെ MD ജോർജ്. ഇടയ്ക്ക് MD ജോർജും കലൂരാനുമായി നന്നായി തെറ്റിയ ഒരു സംഭവമുണ്ട്. അതൊക്കെ പിന്നെ സംസാരിച്ച് തീർത്തു. ഒരു നാൾ MD ജോർജ് കലൂരാൻ്റെ ചിത്രപൗർണമിയുടെ ഓഫീസിലേക്ക് വന്നു. ഞാൻ പറയുന്ന കഥ 51 വർഷം മുമ്പുള്ളതാണ്. മുഖത്ത് പതിവിൽ കൂടുതൽ സന്തോഷം. ഒരു ആമുഖവും ഇല്ലാതെ MD ജോർജ് ഒരു പ്രഖ്യാപനം പോലെ ഞാൻ വന്ന കാര്യം പറഞ്ഞു. നിങ്ങളുടെയൊക്കെ അനുഗ്രഹം പോലെ തന്നെ ഞാനൊരു സിനിമ നിർമ്മിക്കാൻ തീരുമാനിച്ചു. SL പുരം ശശികുമാർ ടീമിനെയാണ് ഞാൻ ആ സിനിമ ഏൽപ്പിച്ചിരിക്കുന്നത്. നസീർ സാറാണ് നായകൻ. ചിങ്ങത്തിൽ ഷൂട്ടിംഗ് തുടങ്ങണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 2 ദിവസം കഴിഞ്ഞ് മദ്രാസിൽ പോയി നസീർ സാറിനെ കാണണം, ഡേറ്റിൻ്റെ കാര്യം സംസാരിക്കും. അപ്പോൾ കലൂരാനൊരു സംശയം, നസീർ സാറിന് ഭയങ്കര തിരക്കല്ലേ, ഉടനെ ഡേറ്റ് കിട്ടുമോ? ഇതായിരുന്നു കലൂരാൻ്റെ ന്യായമായ സംശയം. അദ്ദേഹം തുറന്ന് ചോദിച്ചു. നസീർ സാറിൻ്റെ ഡേറ്റ് എനിക്ക് എപ്പോൾ വേണമെങ്കിലും കിട്ടും. വർഷങ്ങളുടെ ബന്ധമുള്ളവരല്ലേ ഞങ്ങൾ. എൻ്റെ ആദ്യത്തെ സിനിമ ആയതുകൊണ്ട് നസീർ സാറിനെ കാണാൻ പോകുമ്പം നിങ്ങൾ എല്ലാവരും കൂടി എൻ്റെ കൂടെ വന്നാൽ നന്നായിരുന്നു എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു MD ജോർജ്. ഞാൻ മദ്രാസിൽ പോകുമ്പോൾ നിങ്ങളും വരണം. ജോൺ പോളിനെ ഞാൻ വിളിച്ച് പറഞ്ഞോളാം. ജോൺ പോൾ അന്ന് ഫെഡറൽ ബാങ്കിലെ ഉദ്യോഗസ്ഥനാണ്. ചിത്രപൗർണമിയുടെ വർക്കുകളുള്ളതിനാൽ കലു ഡെന്നീസ് ഒന്നും മടിച്ചു പോകാൻ. പക്ഷേ പ്രേം നസീറിനെ നേരിട്ട് പരിചയപ്പെടാമല്ലോ എന്നോർത്തപ്പോൾ
കൂടെ വരാമെന്ന് സമ്മതിച്ചു കല്ലൂരാൻ. അപ്പോൾ നമുക്ക് ഈ വരുന്ന വെള്ളിയാഴ്ച നമ്പർ 20 മദ്രാസ് മെയിലിൽ പോകാമെന്ന് പറഞ്ഞു. ജോൺ പോളും സെബാസ്റ്റ്യൻ പോളും കിത്തോയും MD ജോർജുമായിട്ട് മദ്രാസിലേക്ക് ട്രെയിനിൽ യാത്രയായി. ടി നഗറിലുള്ള ഒരു സുധാര എന്ന് പറഞ്ഞ ഹോട്ടലിൽ റൂമെടുത്തു. കുളിച്ച് പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ച് 11 മണിയോടെ മുരുകാലയ സ്റ്റുഡിയോയിൽ നസീർ സാറിനെ കാണാനായി ഈ 4 സംഘം ഇറങ്ങി. കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കല്ലൂരാൻ ആദ്യം കണ്ട കാഴ്ച മലയാളത്തിലെ പ്രശസ്തരായ താരങ്ങൾ എല്ലാം അവിടെ നിരന്നിരിക്കുന്നു. ജയഭാരതി, വിധുബാല, KP ഉമ്മർ, മീന, അടൂർബാസി, ശങ്കരാടി, ജോസ് പ്രകാശ് എല്ലാവരും ചുറ്റും കൂടിയിരുന്ന് പ്രേം നസീറിനോട് സൊറ പറയുകയാണ്. തമാശകളൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. MD ജോർജ് വരുന്നത് കണ്ട് സൗഹൃദ പുഞ്ചിരി പൊഴിച്ച് പ്രേം നസീർ ഒഴികെയുള്ളവർ ഫ്ലോറിലേക്ക് പോയി. നസീർ സാറിനെ കാണാനാണ് വരുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ അവരെല്ലാവരും അകത്തേക്ക് വലിഞ്ഞു. സ്വതസിദ്ധമായ ശൈലിയിൽ നസീർ സാർ വരണം ജോർജേ എന്ന് പറഞ്ഞു. കൂടെ പോയ ഈ 3 സംഘം അല്പം മാറി നിന്നു. കാരണം അവർക്ക് പരിചയമില്ലല്ലോ, പയ്യന്മാരല്ലേ. കൂടെ വന്നവർ അകലം പാലിക്കുകയാണെന്ന് MD ജോർജിന് മനസ്സിലായി. അതാണല്ലോ ഞാൻ വന്നിരുന്നിട്ടും നസീർ സാറിൻ്റെ അടുത്തിരുന്നിട്ട് ഇവർ ദൂരെ മാറിയിരിക്കുന്നതെന്ന്. 3 വിളിച്ച് പ്രേം നസീറിനെ പരിചയപ്പെടുത്താനുള്ള മര്യാദ MD ജോർജ് കാണിച്ചു. ഇതെൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് കലു ഡെന്നിസ്, ജോൺ പോൾ, ആർട്ടിസ്റ്റ് കിത്തോ. ഇവരിൽ കലൂരാനെ അറിയാം എന്നുള്ള രീതിയിൽ നസീർ സാർ പ്രതികരിച്ചു. കാരണം രാമേന്ദ്രൻ്റെ നിന്ന് ചിത്രപൗർണമി വാങ്ങിച്ചത് ഈ കലൂരാനാണെന്നോ അല്ലെങ്കിൽ ശങ്കരൻ നായരെ അടിച്ചത് മോശമായിപ്പോയി എന്ന് എഴുതിയ ആളാണെന്നോ എന്തോ ഇതിൽ നസീർ സാറിന് ആളിനെ മനസ്സിലായി. അത് ആ മുഖത്ത് പ്രകടമായി. നസീർ സാർ തുടങ്ങിക്കൊടുത്ത രാമചന്ദ്രൻ്റെ ചിത്രപൗർണമി വാങ്ങിയത് കല്ലു ഡെന്നിസ് ആണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരിക്കും. രാമേന്ദ്രൻ പറഞ്ഞു കാണും, എനിക്കൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുകയാണെന്ന് പറഞ്ഞു കാണും. ആമുഖമായി എന്തോ പറഞ്ഞ ശേഷം MD ജോർജ് വിഷയത്തിലേക്ക് കടന്നു. എല്ലാം കേട്ടിരുന്ന ശേഷം നസീർ സാറിൻ്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. എന്താ ജോർജ്, എന്നോട് ചോദിക്കാതെ ഷൂട്ടിംഗ് ഡേറ്റ് തീരുമാനിക്കുക എന്ന് വെച്ചാൽ എങ്ങനെയാ? ആ ഡേറ്റ് ഞാൻ മറ്റാർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായി നിങ്ങൾ അന്വേഷിക്കണ്ടേ? നമ്മൾ തമ്മിലുള്ള അടുപ്പം വെച്ച് മറ്റുള്ളവർക്ക് കൊടുത്ത ഡേറ്റ് നിങ്ങൾക്ക് മാറ്റിത്തരാൻ പറ്റുമോ? എനിക്ക് പലരും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവാം, ഞാനത് ചെയ്യില്ല എന്ന് തീർത്ത് പറഞ്ഞു. എത്ര അടുത്ത സുഹൃത്തായാലും ശരി, ഞാനിപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ഡേറ്റ് ഒക്ടോബർ എന്ന് വെച്ചോളൂ. ഒക്ടോബർ വേറൊരാളിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാനത് മാറ്റില്ല. അത് ജോർജ് അല്ല, ഇനി ആര് വന്നാലും മാറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് കേട്ട MD ജോർജ് ഒന്ന് പതുങ്ങി, മുഖം രക്തയോട്ടം നിലച്ച പോലെയായി. കൂടെ വന്നവർ കേൾക്കാനിടയായോ എന്ന് MD ജോർജ് ഇടയ്ക്കിടെ നോക്കുന്നുണ്ട്. ഈ പറയുന്നത് ഇവർ കേൾക്കുന്നുണ്ടെന്ന്. കാരണം എപ്പോൾ ചെന്നാലും നസീർ സാറിൻ്റെ ഡേറ്റ് ഓക്കെ എന്നല്ലേ പറഞ്ഞു കൊണ്ടുവന്നേ. അപ്പോൾ ഞങ്ങൾ കേട്ടില്ല എന്നുള്ള രീതിയിൽ 3 നിന്നു. ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ വന്ന് ഷോട്ട് റെഡി സാർ എന്നറിയിച്ചു. എഴുന്നേറ്റ് കൊണ്ട് ജോർജിനോടായി പറഞ്ഞു, ജോർജേ, ഞാൻ ഫ്ലോറിലേക്ക് ചെല്ലട്ടെ. ജോർജ് ഇപ്പോൾ പോകുന്നില്ലല്ലോ? ഇല്ല സാർ, എനിക്ക് പോയിട്ട് അത്യാവശ്യമായിട്ട് 1-2 പേരെ കാണാനുണ്ട്. അത് ശരി, എന്നാൽ പോയിട്ട് വരൂ. നടക്കും മുമ്പ് 3 നോക്കി ഒരു നസീറിയൻ ചിരിച്ചു എന്നാണ് കലൂരാൻ പറയുന്നത്. അവരെയും വെറുതെ വിട്ടില്ല. നടക്കാൻ തുടങ്ങിയിട്ട് തിരിഞ്ഞ് അവരെ 3 നോക്കി കാണാം എന്നുള്ള രീതിയിൽ ചിരിച്ചിട്ട് അദ്ദേഹം പോയി. ഏത് സമയത്തും നസീർ സാറിൻ്റെ ഡേറ്റ് കിട്ടുമെന്ന് പറഞ്ഞ് ഈ 3 കൂട്ടി വന്ന MD ജോർജിൻ്റെ മുഖത്ത് ഒരു ജാള്യതാ ഭാവം വറ്റാതെ കിടന്നു. ഒന്നും അറിയാത്ത പോലെ 3 പോയി കാറിൽ കയറി. യാത്രയിൽ MD ജോർജ് ചില നിരാശാമൊഴികളൊക്കെ കാച്ചിക്കൊണ്ടേയിരുന്നു. എന്നോടിങ്ങനെ കാണിക്കുമെന്ന് വിചാരിച്ചില്ല. ഞാനും പ്രേം നസീറുമായിട്ടുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ് കാറിലിരുന്ന് ഡയലോഗ് അടിച്ചിട്ട് മറ്റാരും പ്രതികരിച്ചില്ല. ഇവരെ 3 പേരും റൂമിലാക്കിയ ശേഷം MD ജോർജ് പറഞ്ഞതുപോലെ ആരെയൊക്കെ കാണാനായി അദ്ദേഹം പോയി. സന്ധ്യയോടെ മടങ്ങി വന്നു. അദ്ദേഹത്തിൻ്റെ നിരാശ മാറ്റാനായി 3 സംഘം ചില തമാശകൾ വച്ച് കാച്ചിയിട്ടും അദ്ദേഹം വഴങ്ങിയില്ല. ഭക്ഷണം വരുത്തി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ MD ജോർജ് പ്രഖ്യാപിച്ചു, നമ്മളൊരു സിനിമ കാണാൻ പോകുന്നു. ഇവിടെ അടുത്ത് രാജകുമാരി തിയേറ്ററിൽ സിരിസിരി മൂവ എന്നൊരു തെലുങ്ക് പടം കളിക്കുന്നുണ്ട്. ഇപ്പോൾ സിരിസിരി മൂവ, അതിലൊരു യങ് ഹീറോയിനുണ്ട്. അവൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. സെക്രട്ടറിക്ക് പോകാൻ യാത്രാക്ഷീണം അനുവദിക്കുന്നില്ല എങ്കിലും ജോർജ് ഏട്ടന് വേണ്ടി 3 പോകാൻ തീരുമാനിച്ചു.
സിനിമ തുടങ്ങി അല്പം കഴിയുമ്പോൾ ജോർജ് ഏട്ടൻ പറഞ്ഞ യങ് ഹീറോ കടന്നു വന്നു. മൂവർക്കും ഇഷ്ടമാകാത്ത ഒരു കക്ഷി. നസീർ സാറിന് പകരം ഈ തെലുങ്ക് പയ്യനെ വെച്ചാണോ ജോർജ് ഏട്ടൻ പടം എടുക്കാൻ പോകുന്നതെന്ന് കലൂരാൻ ചോദിച്ചു. ഓരോരുത്തരുടെയും ദാക്ഷിണ്യത്തിനായി പുറകെ നടക്കുന്നതിലും ഭേദം ഈ പയ്യനെ വെച്ചെടുക്കുന്നതല്ലേ എന്നായി അതിന് മറുപടിയായി ജോർജ് ചോദിച്ച ചോദ്യം. പ്രേം നസീർ എന്ന ആത്മബന്ധു അവഗണിച്ചതിൻ്റെ അമർഷം ജോർജിൻ്റെ മനസ്സിൽ നിന്നും പൊന്തി പൊന്തി വരികയാണ്. ജോർജ് ഏട്ടൻ എന്താ പറയുന്നത്? ഈ പയ്യനെ വെച്ച് പടമെടുത്താൽ ആ പടം 8 നിലയിൽ പൊട്ടുവന്ന കാര്യം ഉറപ്പാണ് എന്ന് കലൂരാൻ തറപ്പിച്ച് പറഞ്ഞു. ജോൺ പോളിനും ഇതേ അഭിപ്രായമായിരുന്നു. കിത്തോച്ചേട്ടൻ പിന്നെ ഒന്നിനും പ്രതികരിക്കില്ല. ഇരുവരും വിയോജിപ്പ് പ്രകടിപ്പിച്ചപ്പോൾ ശരിയാണെന്ന് ജോർജിന് തോന്നി. ബാക്കി സിനിമ കാണാനിരിക്കാതെ MD ജോർജ് എണീറ്റ് പോയി. പിന്നാലെ മൂവരും എണീറ്റ് പോയി. ഇന്നുള്ളവരെ പോലും കണ്ടില്ല. അന്ന് രാത്രി ഉറങ്ങി എഴുന്നേറ്റപ്പോഴും MD ജോർജ് നസീർ സാറിനോടുള്ള പിണക്കത്തിൻ്റെ കെട്ട് വിട്ടതുപോലെ തോന്നി. തലേദിവസം പറഞ്ഞ അത്രയും ചൂടില്ല. 3 വർഷം എന്തോ കഴിഞ്ഞിട്ട് ഏഞ്ചൽ ഫിലിംസ് തങ്ങളുടെ ആദ്യ ചിത്രം നിർമ്മിച്ചു. അതിലെ നായകൻ പ്രേം നസീർ തന്നെയായിരുന്നു. തുടർന്ന് MD ജോർജ് വലിയ നിർമ്മാതാവും ഏഞ്ചൽ ഫിലിംസ് എന്ന ബാനറുമായി വളർന്നു. ആരോരും അറിയാതെ ഓപ്പോൾ, ആരൂഢം, അക്ഷരങ്ങൾ, അവൾ വിശ്വസ്തയായിരുന്നു, തുറമുഖം, രക്തമില്ലാത്ത മനുഷ്യർ, ആരും അന്യരല്ല, പിച്ചാത്തി കുട്ടപ്പൻ തുടങ്ങി 30ഓളം സിനിമകൾ ഏഞ്ചൽ ഫിലിംസിൻ്റെ ബാനറിൽ നിർമ്മിക്കുകയോ ഏഞ്ചൽ ഫിലിംസ് വിതരണം ചെയ്യുകയോ ചെയ്തു. MD ജോർജിൻ്റെ ഏഞ്ചൽ ഫിലിംസ് ഒരു കാലത്ത് മലയാളത്തിൽ ഓപ്പോളൊക്കെ വരുന്ന കാലത്ത് ആരോരും അറിയാതെയൊക്കെ വരുമ്പോൾ വലിയ ബാനറായിരുന്നു. ഇത്രയും വലിയ നിർമ്മാതാവും വിതരണക്കാരനും പത്രാധിപരും ഒക്കെയായ MD ജോർജിൻ്റെ ഒരു പടത്തിനായി പഴയകാല സിനിമാക്കാരെയൊക്കെ ഞാൻ വിളിച്ചു നോക്കി. ആരുടെ കയ്യിലും MD ജോർജിൻ്റെ ഫോട്ടോ ഇല്ല. JC സാറിൻ്റെ 4 പടങ്ങൾ നിർമ്മിച്ച ആളാണല്ലോ എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ വിതരണം ചെയ്ത ആളാണല്ലോ എന്ന് വിചാരിച്ചിട്ട് JC സാറിൻ്റെ അനുജൻ ലേഔട്ട് നടത്തുന്ന വാർത്താ വിതരണ സ്ഥാപനം നടത്തുന്ന എബ്രഹാം ലിങ്കനെ വിളിച്ചു. ഒരു പടവും എബ്രഹാം ലിങ്കൻ്റെ കയ്യിലും ഇല്ല. JC ഫൗണ്ടേഷൻ്റെ ചെയർമാൻ JJ കുറ്റിക്കാരനെ വിളിച്ചു. അയാളായിരുന്നു അവൾ വിശ്വസ്തയായിരുന്നു ഒക്കെ നിർമ്മിച്ചത്. അപ്പോൾ അങ്ങനെ വിളിച്ചാൽ ചിലപ്പോൾ പടം കിട്ടാൻ സാധ്യതയുണ്ട്, വിളിക്കാൻ ലിംഗം പറഞ്ഞു. ഞാൻ വിളിച്ചു. എൻ്റെയിലും ഇല്ല ദിനേശേ. MD ജോർജിൻ്റെ ഒരു മകളുടെ നമ്പർ എൻ്റെ ഉണ്ടായിരുന്നു, നോക്കട്ടെ എന്ന മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. മകളോട് ആ നമ്പർ ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ച് ചോദിക്കാം, അപ്പച്ചൻ്റെ 2 പടം തരാമുണ്ടോ എന്ന് ചോദിക്കാമെന്ന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ വിദേശത്താണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇവിടെ കേരളത്തിൽ അവർക്ക് ഒരു ബന്ധവുമില്ല, വർഷങ്ങളായി വിദേശത്താണ്. പ്രൊഡ്യൂസർമാരുടെ സംഘടനയിലും ഞാൻ വിളിച്ചു. അവിടെയും MD ജോർജിൻ്റെ സ്റ്റില്ലില്ല. പ്രശസ്തനായിട്ടും ഒരു നല്ല പടം പോലും ശേഷിപ്പിക്കാതെയാണ് MD ജോർജ് ഈ ലോകത്തുനിന്ന് കടന്നു പോയത്. MD ജോർജ് എന്ന ഏഞ്ചൽ ഫിലിംസ് ജോർജ് എന്ന് പറഞ്ഞ മനുഷ്യൻ ഒരുപാട് സ്വപ്നങ്ങളോടെ നസീർ സാറിനെ കാണാൻ പോയിട്ട്, ഞാൻ ചോദിച്ച ഏത് ഡേറ്റ് എന്ന് കിട്ടാത്തത് എന്ന് പറഞ്ഞ് പോയിട്ട്, ജോർജേ ഞാൻ പലർക്കും കൊടുത്തിരിക്കുന്ന ഡേറ്റ് മാറ്റി നിങ്ങൾക്ക് തരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, ഇവിടെ പലരും ചെയ്യും പക്ഷേ ഞാൻ ചെയ്യില്ല എന്ന് കർക്കശമായി പറഞ്ഞ നസീർ സാറിൻ്റെ സ്വഭാവ മഹിമ നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഈ എപ്പിസോഡ് ചെയ്തത്. എന്തായാലും എല്ലാ തരത്തിലും നസീർ സാർ തന്നെയാണ്. ആ വ്യക്തിത്വം ഒരിക്കലും എന്താ പറയുക മാറ്റി കുറയേയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നസീർ സാറിനെ അടക്കം വെച്ച് ഒരുപാട് സിനിമകൾ നിർമ്മിച്ച MD ജോർജിൻ്റെ ഒരു സ്റ്റില്ല് പോലും കിട്ടാനില്ല, നല്ലൊരു സ്റ്റില്ല് കിട്ടാനില്ല എന്നുള്ള വിഷമം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.